വിവാഹമോചനം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ മരുമകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ വയോധിക മരിച്ചു. ഇടുക്കി പൈനാവ് 56-ൽ താമസിക്കുന്ന അന്നക്കുട്ടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പ്രതി നിരപ്പേൽ സന്തോഷിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ജൂൺ 5-ാം തീയതി വൈകിട്ടാണ് 56 കോളനിയിലെ അന്നക്കുട്ടിയുടെ വീട്ടിൽ വെച്ച് മരുമകൻ സന്തോഷ് പെട്രോൾ ആക്രമണം നടത്തിയത്. സന്തോഷിന്റെ സമ്മതമില്ലാതെ ഭാര്യ പ്രിൻസിയെ വിദേശത്ത് ജോലിക്ക് അയച്ചിരുന്നു. കൂടാതെ വിവാഹമോചനം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് പെട്രോൾ ആക്രമണത്തിൽ കലാശിച്ചത്. അന്നക്കുട്ടിയെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ സന്തോഷ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അന്നക്കുട്ടിയുടെ സമീപമുണ്ടായിരുന്ന ചെറുമകൾ ലിയയ്ക്കും പൊള്ളലേറ്റിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ അന്നക്കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ 7:40ഓടെയാണ് മരണം സംഭവിച്ചത്. പെട്രോൾ ആക്രമണം നടത്തിയ ശേഷം പ്രതി സന്തോഷ് തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പ്രതിയെ പിടികൂടാത്തതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. ഇതിനിടെ കഴിഞ്ഞ 16-ാം തീയതി സന്തോഷ് 56 കോളനിയിൽ വീണ്ടും എത്തി. അന്നക്കുട്ടിയുടെയും മകന്റെയും വീടിന് തീ വെച്ചു. ചികിത്സ കഴിഞ്ഞ് അന്നക്കുട്ടി തിരികെ എത്തിയെന്ന കണക്കുകൂട്ടലിലാണ് സന്തോഷ് വീട് കത്തിച്ചത്. വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാലാണ് അന്ന് വലിയ ദുരന്തം ഒഴിവായത്. സംഭവത്തിന് ശേഷം വീണ്ടും തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിയെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ പിന്നീട് പിടികൂടി. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തിരുന്നത്. അന്നക്കുട്ടിയുടെ മരണം സംഭവിച്ചതോടെ സന്തോഷിനെതിരെ കൊലക്കുറ്റം ചുമത്തും. 24 ഇടുക്കി.